പ്രേം നസീറിനെ പോലെ ഇത്രയും കാലം ദീർഘകാലം മലയാളത്തിൽ സൂപ്പർ താരമായി വിളങ്ങിയ ഒരു നടന് ഉചിതമായ ഒരു സ്മാരകം കേരളത്തിൽ ഇതുവരെ സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടില്ല. എന്തു പറയുന്നു? ഞങ്ങൾ പല ടൈമിൽ പല സർക്കാരിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്ത് നോക്കി ഓരോന്നിനു വേണ്ടി. അപ്പോൾ പറയും സ്ഥലം കണ്ട് ഞങ്ങൾക്ക് വന്ന് പറയൂ, ചെയ്തു തരാം. ഞങ്ങളെല്ലാം കാണിച്ച് കൊണ്ടുവരുമ്പം പിന്നെ അവരങ്ങ് പോവും, അടുത്ത സെറ്റ് വരും. പിന്നെ അവർ വേറെ എന്തെങ്കിലും എക്സ്ക്യൂസ് പറയും, ഞാൻ എക്സ്ക്യൂസ് അവസാനം ഞങ്ങൾക്ക് മടുത്ത് സത്യം പറയാം. ശരി, ഇവരുടെ അടുത്തെല്ലാം ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. എന്നാൽ വേറെയുള്ള എല്ലാ കലാകാരന്മാർക്കും സ്മാരകങ്ങൾ വെട്ടിക്കൊടുക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, സ്ഥലം കൊടുക്കുന്നുണ്ട്, സ്പോർട്സുകാർക്ക് കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിന് മാത്രം അപ്പോൾ എന്തോ ഒരു വെഞ്ചൻസ് പോലെ അതോടെ അങ്ങ് നിർത്തി. ശരി, കാര്യമില്ല, അവരെ പിറകെ നടന്നിട്ട് കാര്യമില്ല. മാത്രമല്ല നസീർ സാർ ഒരു നടൻ മാത്രമായിരുന്നില്ല, സമൂഹത്തിന് ഒട്ടേറെ സംഭാവനകൾ ചെയ്ത അല്ലെ ഒരുപാട് മാതൃകകൾ സൃഷ്ടിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയായിരുന്നു. അദ്ദേഹത്തോട് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു അവഗണന അത് ഒരിക്കലും കേരളത്തിലെ ചലച്ചിത്ര പ്രേക്ഷകരെന്നല്ല നല്ല മനുഷ്യർ പോലും അത് സഹിക്കില്ല. എല്ലാവരെയും സഹായിക്കുന്ന ഒരാൾ, അതെ, മനുഷ്യരെയും സഹായിച്ച് ഗവൺമെൻറ്റിനെയും സഹായിച്ച് എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് തിരിച്ചു ചെയ്യാൻ അവർക്ക് ഒരു മടി. നസീർ സാർ അവസാന കാലത്ത് കോൺഗ്രസിൻ്റെ ഒരു അനുഭാവിയായിരുന്നു. അവർ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലൊക്കെ ആക്റ്റീവായി. അവസാനം പുള്ളിക്ക് കോളേജ് ഡേയ്സ് മുതലേ കോൺഗ്രസ് ആയിരുന്നു. അതിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലും വളരെ സജീവമായി ചെയ്തു കൊടുത്തിട്ട് വന്നു, അത്രേ ഉള്ളൂ. അല്ല എവിടെയും പോയി നിന്നില്ല, സ്ഥാനാർത്ഥിയായിട്ടില്ല. പക്ഷെ അന്ന് ആ കോൺഗ്രസ് ഗവൺമെന്റ് തന്നെ ഈ കാലയളവിൽ പലവണ അവർ പോലും ചെയ്തു തന്നില്ല. അവർക്ക് വേണ്ടി എത്ര സ്റ്റേജിൽ കയറി ഇറങ്ങി എല്ലായിടത്തും പോയി ഫുൾ കേരള ടൂർ ചെയ്ത് അങ്ങനെയാണ് അസുഖം പിടിച്ചത്. അതെ, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എല്ലാം വന്നത്. കറക്റ്റ് ടൈമിന് ആഹാരമില്ല, ഒന്നുമില്ല. അത്ര ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുമല്ലോ അവർക്ക് ആർക്കും നന്ദിയില്ല, അത്രേ ഉള്ളൂ. അല്ല, അത് എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു വെഞ്ചൻസ് കണ്ടുപിടിക്കാനാണ് നോക്കണം. പക്ഷേ കിട്ടുന്നില്ല. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു മുസ്ലിം ആയതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഒരു വർഗീയ ഇതാണെന്ന് എനിക്കറിയില്ല. നസീർ സാറിനെ ആരും മുസ്ലിം വർഗീയതായിരുന്നെങ്കിൽ പുള്ളി ആ കോവിലിന് ഒരു ആനയെ കൊടുക്കേണ്ട ആവശ്യം. അതെ അതെ, ശാർക്കര ക്ഷേത്രത്തിൽ ആനയെ നടയിരുത്തി. മാത്രമല്ല ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ടാണ് എന്നും പെരുമാറിയത്. ഏത് ജാതിയിൽ ആർക്ക് കല്യാണം വേണോ, വീട് കെട്ടണോ, ഡൊണേഷൻ വേണോ, എല്ലാം കൊടുക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യം വന്നപ്പം എല്ലാത്തിനും ഒരു റിസ്ട്രിക്ഷൻ.